ഹായ് മകളെ, ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഈ ഒരു അധ്യയന വർഷത്തിൽ ആദ്യം തന്നെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ട് ലേറ്റ് ആയെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പേര് ദേവദത്ത് എന്നാണ്. ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ട ഒരാൾ തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, എന്താണ് ഈ ദേവദത്തിൻ്റെ പ്രത്യേകത? അതെ, 9ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സമയങ്ങളിലൊക്കെ എക്സാമുകളിലൊക്കെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വെറും 2 മാർക്ക് വാങ്ങി അതേ സമയത്ത് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഓണം എക്സാമിൽ തന്നെ ഇതേ സബ്ജക്റ്റിൽ 72 മാർക്ക് വാങ്ങി A+ നേടിയ ഒരു ദേവദത്തിൻ്റെ കഥ നിങ്ങൾ ഒരുപക്ഷെ ഇതിനൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അതെ, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു റിസൾട്ടായിരുന്നു അത്. അന്ന് മുതൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയിട്ട് ഈ ദേവദത്തിൻ്റെ അടുത്ത് എത്തണമെന്നും അവനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നും. പ്രിയപ്പെട്ട മക്കളെ, ദേവദത്താണ്. എന്താ ദേവദത്ത്, ഒരു ഹായ് കൊടുത്തത് എല്ലാവരും? ഹായ്. എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവന് ടീച്ചറുടെ ആൻസർ ഷീറ്റിൽ, ടീച്ചർ തരുന്ന ആൻസർ ഷീറ്റിൽ അതിൻ്റെ മുകളിൽ മാജിക് ഓഫ് SR എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ടീച്ചറുടെ മുന്നിൽ അവൻ ആ ധൈര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്താക്കിയത്, എന്നെ സന്തോഷിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്തുള്ള ഒരു മാറ്റം? ഞാൻ 10th ബിഗിനിങ് നിന്നാണ് സൈലം കാണാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ വരെ മാർക്ക് ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മോശമില്ലാത്തൊരു A ഗ്രേഡ് A+ ലെവലിലുണ്ടായിരുന്നു. പക്ഷെ മാത്സ് ടീച്ചർമാരൊക്കെ അടിപൊളിയായിരുന്നു പഠിപ്പിച്ച എല്ലാവരും. പക്ഷെ എക്സാമിന്റെ സമയത്തുമ്പോൾ എങ്ങനെ എഴുതണം എന്നൊരു തീരെ അറിയാത്ത പോലെയായി. എത്ര ശ്രമിച്ചിട്ടും കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാറേ, ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പല രീതിയിൽ പഠിച്ചു നോക്കി, പക്ഷെ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ്? ഞാൻ സൈലത്തിന്റെ ലൈവ് കാണാൻ, സാർ ലൈവ് കാണാൻ തുടങ്ങിയതിന് ശേഷം അതിൽ തന്ന PYQs ചെയ്ത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ ചെയ്ത എക്സാമിലൊക്കെ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാ ദിവസവും നന്നായിട്ട് പഠിക്കായിരുന്നോ? എത്ര മണിക്കൂറാണ് പഠിക്കുന്നത്? അങ്ങനെ കൃത്യമായ സമയമൊന്നുമില്ല. കൃത്യമായ സമയമൊന്നുമില്ല, പഠിച്ചു തീർന്നവരെ. അപ്പോൾ ഒരു ടോപ്പിക് ഇപ്പോൾ നമ്മളിപ്പോൾ പകുതി വെച്ച് നമ്മൾ ബോറടിച്ച് മാറ്റി വെച്ചാൽ പിന്നെ അത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവോ? അല്ലെങ്കിൽ എപ്പോഴാണ്? ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയം നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആണ്. ഇനിയിപ്പോൾ +1 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, +1ലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഇപ്പോൾ പല ആൾക്കാരും പറയും, കുറേ കുട്ടികൾ പറയും മക്കളെ വെറുതെയാണ് 10ാം ക്ലാസ് അങ്ങനെയൊന്നും പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോന് 10ാം ക്ലാസ് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ മാത്രം പഠിച്ചാൽ A+ കിട്ടുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു? ഞാൻ ഇനീഷ്യലി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യം മുതലേ. മോൻ എന്താ തോന്നുന്നത്, 10ാം ക്ലാസ് ആദ്യം മുതലേ പഠിച്ചാൽ തന്നെയാണോ കിട്ടുക? എങ്ങനെയാണ് മോൻ്റെ ഫീൽ? 10ാം ക്ലാസ് ഒരു അവസാനം ഒരു ക്രിസ്മസ് എക്സാമിന്റെ ടൈം മുതലെങ്കിലും തുടങ്ങണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ മോന് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് എക്സാമിൽ തന്നെ ഓണം എക്സാമിൽ 72 മാർക്ക് അല്ലേ മാത്സിൽ A+ വാങ്ങി. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ലാസ്റ്റ് 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റിലേക്ക് എന്താക്കുന്നത്, പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ മറ്റു കുട്ടികളൊക്കെ പറയുന്നുണ്ടാവും എന്ത് ലാസ്റ്റിലേക്കൊക്കെ പഠിച്ചാൽ മതി. കേട്ടിട്ടുണ്ടോ? കൂട്ടുകാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൂടുതലുള്ളവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ ലേറ്റ് ആയി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ് പണി കിട്ടാൻ പോകുന്നത് അല്ലേ? ഇനി എന്താണ് +1 പ്ലാൻ? +1 സൈലത്തിന്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തു. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തു, അടിപൊളി. എങ്ങനെ ക്ലാസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഇപ്പം ജോയിൻ ചെയ്തതേ. ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറഞ്ഞു. അപ്പം മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നേക്കാൾ കൂടുതൽ സമയം ഇതിന് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ പോലെ തന്നെയാണോ? കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വൈകിയൊക്കെ പഠിക്കാറുണ്ടോ? രാത്രി ഇങ്ങനെ കൃത്യമായ സമയമില്ല, രാവിലെ രാത്രി പല ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ദേവദത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ദേവദത്തിനേക്കാൾ കൂടുതൽ അവരുടെ പാരൻസ് ആണ്. എന്തായിരുന്നു ആ ഫീല് ആ റിസൾട്ടൊക്കെ അറിഞ്ഞ സമയത്തുള്ള? റിസൾട്ട് അറിഞ്ഞ സമയത്ത് മാത്സിന്റെ കാര്യത്തിലായിരുന്നു പേടിയുണ്ടായിരുന്നത്. 9-ലൊക്കെ സാർ കണ്ടല്ലോ, 2, 25 അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. സൈലം കണ്ട ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ് മാത്സ് എക്സാമിന് പോയി തിരിച്ചു വരുമ്പം വളരെ കൂളായിരുന്നു, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കും ആശ്വാസം. അതിന് മുന്നേ ഒരു പ്രാവശ്യമൊക്കെ എക്സാം പകുതി വെച്ച് എണീറ്റ് പോകുന്ന ആളാണ്. ടെൻഷൻ കാരണം എനിക്കറിയില്ല, Xഉം Yഉം കണ്ടിട്ട് എനിക്ക് തല ചുറ്റിപ്പോയി അമ്മയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കും ടെൻഷനാണല്ലോ. ബാക്കി എല്ലാ വിഷയത്തിലും ഒക്കെയാണ്, മാത്സിന്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു. അത് സൈലം കണ്ട് സാറിന്റെ ക്ലാസ് കണ്ടിട്ടുള്ള നല്ല മാറ്റമാണ്. ആ ഒരു സന്തോഷം ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് സാറുണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് സയൻസ് എടുക്കുന്നത്. വളരെ സന്തോഷമാണ് കാര്യത്തിൽ. സൈലത്തിനോട് ആ ഒരു നന്ദി എപ്പോഴും. ഇപ്പോൾ 9ാം ക്ലാസ് 2 മാർക്കിൽ നിന്നും ഏകദേശം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓൺ എക്സാമിൽ തന്നെ അവൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അവന് ഈ മാത്സ് പഠിക്കുന്നതിൽ എടുത്ത ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? അവന്റെ പഠന രീതി? ചെയ്ത് പഠിക്കായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നില്ല.
ആദ്യം ഒന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്താന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേടിയാണ്, മാത്സ് പേടി. പിന്നെ സാറ് എന്താ ഒരു ഇക്വേഷൻ ഒക്കെ അതൊക്കെ പറഞ്ഞു അങ്ങനെ പഠിക്കണതാണ്. അപ്പൊ സാറിനെ കണ്ടാൽ ഓക്കെ ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, അതാണ് അവൻ പറയുന്നത്. ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നു. ക്ലാസ് കാണുന്നു, മോർണിംഗ് ക്ലാസ് ഉണ്ടാവുമല്ലോ 6 മണിക്ക്. അതൊക്കെ സാധാരണ രാവിലെ ഒന്നും എണീക്കുന്ന ആളല്ല, രാവിലെ ആ ഒരു 6 മണിത്തെ ക്ലാസ് ഒക്കെ മുടങ്ങാതെ കാണുമായിരുന്നു. എന്നാലും വളരെയധികം സന്തോഷം. അച്ഛാ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മകന്റെ വിജയത്തിൽ? പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ അമ്മ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ആൾ 9ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ചെറിയ ആൾ ഉണ്ടാവുന്നത്. പിന്നെ ഓക്കും ശ്രദ്ധിക്കാനൊന്നും പറ്റാണ്ടായി. കണക്കിൻ്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻറ്റും ഇല്ലായിരുന്നു. ആ ഒരു കോൺഫിഡൻറ്റ് വന്നത് സൈലത്തിൽ തന്നെ മാഷ് ക്ലാസ് എടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു കോൺഫിഡൻറ്റ് വന്നത്. അത് കഴിഞ്ഞപ്പം അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. കോൺഫിഡൻസ് അവന് മാത്സിൻ്റെ കാര്യത്തിൽ അവർക്ക് ബാക്കിയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു ചെറിയ ആളുള്ളത് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ സൈലം വന്നു. സൈലത്തിൽ സാറ് ക്ലാസ് എടുത്ത് തുടങ്ങി. അതോടുകൂടി ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിരുന്നു. ഓ തീർച്ചയായിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് അമ്മ കൊണ്ടു തന്നതാണ് മോൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. അന്ന് മോനുള്ള എന്താ ഒരു ഫീൽ എന്തായിരുന്നു? അന്ന് ഞാൻ വളരെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു രക്ഷപ്പെടാൻ കഴിയുന്നു. മാത്സിൽ ഇനി 10th ഇതേ അവസ്ഥയാവുന്നതാണ് ഞാൻ കരുതിയത്. തീരെ എങ്ങനെ പോയാലും ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മാർക്കുണ്ട്, പക്ഷെ ഒരു വിഷയം പോയാൽ പോയി. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ് ആദ്യത്തെ ഓൺ എക്സാമിന്റെ പേപ്പർ കിട്ടി, എന്താണ് ഫീൽ ചെയ്തത്? അത്രയും സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് A+ കിട്ടിയത് മാത്സിൽ. അപ്പം ഞാൻ ഇനിയുള്ള കോൺഫിഡൻസോടെ കൂടെ പഠിക്കും തോന്നി. പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു? പാരന്റ്സിനൊക്കെ സന്തോഷം, ഭയങ്കര ഹാപ്പി. അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓൺ എക്സാമിന് ഇങ്ങനെ ഒരു മിറാക്കിൾ തന്നെ പറയാല്ലേ, അങ്ങനെ സംഭവിക്കുന്ന അവര് തീരെ മാത്സിന്റെ കാര്യത്തിൽ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ സൈലം കാണാൻ തുടങ്ങി. എങ്ങനെയാണ് സൈലം എന്ന ക്ലാസ് അല്ലെങ്കിൽ സൈലം എന്ന പ്ലാറ്റ്ഫോം എങ്ങനെയാണ് കണ്ടത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് സൈലത്തിന്റെ ക്ലാസ് വന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് പറഞ്ഞു കേട്ടു, അങ്ങനെ വന്നു. അപ്പോൾ ഇനി വരുന്ന 9ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികളല്ലേ, അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾ. അപ്പോൾ നിന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് 10ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തിയ കുട്ടികളാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തീർച്ചയായിട്ടും സൈലത്തിൽ വിശ്വസിക്കുക. സൈലത്തിലെ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. PYQs എല്ലാം ചെയ്ത് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക്. ബാക്കി സബ്ജക്റ്റുകൾ ഇപ്പോൾ മാത്സിനെ പറ്റിയാണ് മെയിനായിട്ട് പറഞ്ഞത്. അത് അല്ലാതെ ബാക്കി സബ്ജക്റ്റുകളുടെയൊക്കെ ക്ലാസ്സുകൾ, സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ ബാക്കി സബ്ജക്റ്റുകളും അടിപൊളിയാണ്. ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മാത്സിലേക്കായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്ട്സും എല്ലാ PYQs നമുക്ക് അടുത്തിരുന്ന് ഒരു ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ പോലും നമുക്ക് വളരെ എന്റർടൈൻ ആയിട്ട് പഠിക്കാനും. മറ്റുള്ള ടീച്ചേഴ്സിനേക്കാളൊക്കെ ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടാണോ? ഫ്രണ്ട്ലിയാണ് കൂടുതൽ. ഓൺലൈൻ ക്ലാസ് ചില ആൾക്കാർ വിചാരിക്കും ഓഫ്ലൈൻ ആണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ ടീച്ചേഴ്സിനെ നേരിട്ട് കാണാം, ഓൺലൈൻ ബോറിംഗ് ആയിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും തോന്നിയില്ല. ഇത് കണ്ടതിന് ശേഷമാണ്. പിന്നെ എന്താണ് ഈ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് തോന്നിയത്? ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ആദ്യം കരുതി ഓൺലൈനിൽ ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുന്നതാണ്. പക്ഷെ അപ്പോൾ അഗ്നി ബാച്ച് ചേർന്നപ്പോഴാണ് കുറച്ചും കൂടെ അതൊരു ഓഫ്ലൈൻ പോലെ തന്നെ ടീച്ചർമാരായിട്ട് അടുത്ത് ഡയറക്റ്റ് ഫീൽ കിട്ടും. യെസ്, അപ്പം മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. 9ാം ക്ലാസ്സോട് എന്താണ് എന്തെങ്കിലും മോനെ ഇങ്ങനെ എന്തെങ്കിലും ഉപദേശം കൊടുക്കണം? ആർക്കും ഉപദേശം ഇഷ്ടമുണ്ടാവില്ല, എന്നാലും ഹാർഡ് വർക്ക് ചെയ്യുക, സൈലത്തിൽ വിശ്വസിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി +1 ഇതേപോലെ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഒരു വരം കൂടി എന്നെ കൊണ്ട് വരുത്തിക്കണം. അത് ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക മാക്സിമം. അപ്പം തകർക്കുക.